സ്വാഗതം. ആര്യക്കുട്ടിക്ക് ചെറിയ ജലദോഷമുണ്ട്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ആശുപത്രിക്ക് പോവേണ്ടി വരും. പനിയാകണതിൻ്റെ മുന്നേ തീരുമാനമാക്കണം അല്ലേ? അത് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാ. പല്ലോ പല്ലിൻ്റെ പല്ല് പോയിട്ടില്ല. പള്ളി നമ്മളെ പള്ളി. അങ്ങനെ ഞാൻ ഇന്നലെ വേറെ ഇതുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വീഡിയോയിൽ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ പറയല്ലേ, എവിടെ സൗണ്ടിൻ്റെ പ്രശ്നം പറയല്ലേ. ഇത് പിടിച്ച് സിറ്റ് ഔട്ട് കിടന്ന. അപ്പോൾ ഈ സൗണ്ടിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞാനൊരു മൈക്ക് വാങ്ങി. ആ ഒരു പക്ഷേങ്കിൽ പ്രശ്നം മൈക്കൊക്കെ അല്ലായിരുന്നു. ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിയ മൈക്ക്. ഇത് ഏതോ ഇത് എന്തോ ഒരു കമ്പനി സാധനമാണ്. അവിടെ അതിൻ്റെ പരസ്യം ചെയ്യാനല്ല. അപ്പോൾ ഒരു മൈക്ക് സംഭവം ഇവിടെ എത്തി. അത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സൗണ്ടില്ല. അതേപോലെ തന്നെ പിന്നെ ഞാൻ വാങ്ങിയിരുന്ന ഒരു സാധനമാണ് ഇത്. ഒരു ക്ലിപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതുമ്മലാണ് നമുക്ക് യാത്രയിലൊക്കെ ഉപകാരപ്പെടുക. അത് 5-8 വാങ്ങിയിട്ടുണ്ട് ഞാൻ, ചിലപ്പോൾ കംപ്ലൈൻറ്റ് ആയാലെന്ന് കരുതിയിട്ട്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താ വെച്ചാൽ ഇത് 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ആവും. പാമ്പോ? പാമ്പിൻ്റെ മാരിയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണ്? നമ്മുടെ വീഡിയോയിൽ സൗണ്ടിൻ്റെ വിഷയം എന്തുകൊണ്ട് വരുന്നു? യഥാർത്ഥ വിഷയം ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച്. ഈ ഒരു അഡാപ്റ്ററിൻ്റെ പ്രശ്നമായിരുന്നു. ഇത് കുറേ ഉണ്ട്. അതൊക്കെ കഴിക്കണെടുത്തിട്ട് അതൊക്കെ കഴിക്കണെടുത്ത് വെച്ചാൽ എന്നിട്ടേ നമ്മളെ റൂമിൽ കൊണ്ടുവെക്കട്ടോ. ഓക്കെ, ഞാൻ അടുത്താലേ ഇത് വിശദീകരിക്കാൻ വേണ്ടി വെച്ചുള്ളൂ. അപ്പോൾ ഈ അഡാപ്റ്ററിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഈ അഡാപ്റ്ററിന് ഇവിടെ ഒരു പൊട്ടുണ്ടായിരുന്നു. ഈ പൊട്ട് ഞാൻ അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. പക്ഷേ എങ്കിൽ ഇന്നലെ ഈ ഒരു മൈക്കും ഏതും വർക്കാവണില്ല. മൊബൈലിൽ വർക്കാവുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ അഡാപ്റ്ററിൻ്റെ ഇവിടെ ഒരു ചെറിയ പൊട്ടുണ്ടായിരുന്നു. ആ ഒരു പൊട്ട് മാന്തി പൊളിച്ചപ്പോൾ ഇത്രയാക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു പിന്നുമായിട്ടുള്ള ഇതിൻ്റെ ഈ കണക്ഷന് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് സോൾഡർ ചെയ്താൽ നിൽക്കുമെന്നറിയും. അത് തുറക്കണ്ട നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള. ആ റിട്ടേൺ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ അതിലൊന്ന് വർക്ക് ചെയ്യണില്ല. പോയിക്കോ പോണ്ടോ അവളെ വലിയച്ഛൻ പണിക്കൂലി. അപ്പോൾ ഇത് സോൾഡർ ചെയ്യാൻ പറ്റുമോ നോക്കണം. പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 4700 ഞാൻ ഇന്നലെ നോക്കുമ്പോൾ 4500 അതുപോലെ ഒരു വട്ടം ഞാനിത് 4500 വാങ്ങിയതാണ്. ഈ ഒരു ഗോപ്രോൻ്റെ മൈക്ക് അഡാപ്റ്റർ എന്ന് പറയുന്നത്. സാധനം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൊന്നും മൈക്ക് ഉപയോഗിക്കാനുള്ള മൈക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഉള്ള മൈക്ക് റിട്ടേൺ അയക്കണം. ഇനിയിപ്പോൾ ഒരു അഡാപ്റ്റർ കിട്ടണം. അഡാപ്റ്ററിൽ നിന്ന് ഇത് ഞാൻ നമ്മുടെ നാട്ടിലെ മൊബൈലുകളിലെ അക്കന്മാരോട് ചോദിച്ചോട്ടെ. ഓരെ കൊണ്ട് റെഡിയാക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ റെഡിയാക്കില്ല എന്നാണെങ്കിൽ ഞാൻ വേറെ ഓർഡർ ചെയ്യേണ്ടി വരും. അല്ല അപ്പോൾ വേറെ ഒന്നും ചെയ്യാമല്ലോ. അപ്പോൾ വെറുതെ പാവം ഇവനെ നമ്മൾ തെറ്റിദ്ധരിച്ചു. നടക്കാൻ ഞാൻ ചായ അല്ലേ ചായ ഇല്ലെങ്കിൽ എല്ലാവരും ചീത്ത പറയും കേട്ടോ. ആരും മുട്ടായൊന്നും കൊണ്ടിരുന്നില്ല. പിന്നെ പറ്റുവാ? അങ്ങോട്ട് പോരെ. ഞാൻ ഇരിക്കട്ടെ എൻ്റെ സ്ഥലത്ത്. എൻ്റെ സ്ഥലം ഏതാ? ഇവിടെ എൻ്റെ സ്ഥലം അതാണല്ലേ. എല്ലാം റൂം പിന്നെ കോട്ടയത്തേക്ക് വന്നിട്ട് ഒരുപാട് ആളുകളാണ് മെസ്സേജ് അയച്ചതും വിളിക്കുന്നതൊക്കെ. വന്നപ്പോൾ എന്തുകൊണ്ട് അറിയിച്ചില്ല. ആ ചീപ്പ് റൂം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. വേറെ നമ്മുടെ ബന്ധത്തിൽ ഒരുപാട് റൂമുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാന്നാണ് നമ്മുടെ വീട്ടിൽ നിൽക്കാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കും വിളിക്കുകയൊക്കെ ചെയ്തു. എല്ലാവർക്കോടും ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ ഞാൻ ആരും അറിയിക്കാതെ രഹസ്യമായിട്ട് വന്നതാണ്. എനിക്ക് ഉറപ്പാണ് ഞാനത് അനൗൺസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് വെറുതെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോകണ്ടല്ലോ. ഞാൻ അനൗൺസ് ചെയ്ത് തന്നെ ഒരു ദിവസം വരണ്ട്. അത് നമുക്ക് ഉഷാറാക്കാം. പരിപാടി സെറ്റാക്കണം. കോട്ടയം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. എന്താ കൊച്ച? എന്താ? കോട്ടയത്ത് ആരുണ്ട്?
ആ അച്ചായനുണ്ട്, അച്ചായനുണ്ട്. ഞാൻ ചായ കുടിക്കാം കേട്ടോ. ഇഡലി സാമ്പാറാ, ഇഡലിയും സാമ്പാറാ, ഇഡലിയും സാമ്പാറാ. ആ ഇഡലിയും സാമ്പാറും കട്ടൻ ചായ അത് കുടിച്ചിട്ട് ഇറങ്ങാം. വെളില്ലേ ചായ കുടിച്ചാൻ അയക്കണില്ല എന്നെ. പോലീസുകാരൊക്കെ കാണും. ഓള് തല്ല, ഓൾക്ക് ആശുപത്രിക്ക് പോകണം പോലെ. ഓള് ആശുപത്രിക്ക് കൊണ്ടുപോയതാണ്. അവൾക്ക് ഇനിയും ആശുപത്രിക്ക് പോകണം. അപ്പൊ അതിന് ഞാൻ ബുക്ക് ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഓള് അയക്കണില്ല. ആ ബുക്ക് ചെയ്തിട്ട് പറയേ. ആ ഈ ചായ കുടിച്ച കൈ കൊണ്ട് എൻ്റെ മേത്ത് കൂടെ ആക്കല്ലേ. എനിക്ക് അങ്ങാടിക്ക് പോകണ്ട. ആൾക്കാരൊക്കെ കണ്ട എന്താ കളിയാക്കും. വികൃതി കുട്ടി കഴിക്കണം. വികൃതി കുട്ടി രാവിലെ തന്നെ വികൃതി കുട്ടി. ഓക്ക് ഞാനൊരു മുട്ടായി വാങ്ങി കൊടുക്കണ്ട കേട്ടോ. ഓളെ നുള്ളുണ്ട്. കണ്ട 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 നല്ല നുള്ളാണ്, നല്ല നുള്ളണേ. ഓള് നുള്ളുണ്ട്. ഇവിടെ ഇവിടെ വീണ്ടും വീണ്ടും ആവു കണ്ടങ്ങള്. ഇതൊക്കെയാണ് നമ്മളെ പരിപാടി. ഞാൻ പോട്ടോ ബുക്ക്. ആഹാ നാട് വെള്ളമൊക്കെ പോയി. മഴയൊന്നുമില്ല. മഴ രാവിലെ ചെറുതായിട്ടൊന്ന് പെയ്തിരുന്നു കേട്ടോ. അല്ലാത്ത വലിയ വമ്പൻ മഴയല്ല. പിന്നെ ഈ സാധനം നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ വീണ്ടും കുറച്ച് ദിവസം പിടിക്കും. അതുകൊണ്ട് അതുവരെ ഇത് സ്റ്റാൻഡിൽ വെക്കാതെ ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് അത്ര മോശമായിട്ട് തോന്നില്ല. അല്ലാത്ത ടൈമിലേക്കാണ് ഞങ്ങൾക്ക് മോശം തോന്നുക. അതായത് വോയിസ് നന്നായിട്ട് കയറും. ഇപ്പോൾ ഉണ്ടാവില്ല. സമയം കൃത്യം 9 മണി. 9 മണിക്ക് ഞാനൊരു 12-13 വണ്ടിയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. എന്താ ഓട്ടത്തിൻ്റെ അവസ്ഥ എന്നറിയില്ല. ഇന്നലത്തെ ദിവസം മോശം തന്നെ ആയിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും നമ്മൾ ചോദിക്കുക. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും എന്നിട്ട് ആരിലേക്ക് ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കും എന്താ ഓട്ടത്തിൻ്റെ അവസ്ഥ. മോശമായിരുന്നു എന്നാണ്. അതിലിവിടെ ഇരിക്കുന്നുണ്ട്. വണ്ടു നമ്മൾ കാണാത്തൊരു സാധനം കാണിച്ചാൽ തന്നെയാണല്ലോ. ഇംഗ്ലണ്ട് 10 പൗണ്ട്. ഇവിടുത്തെ ഏകദേശം 1000 ചില്ല ഉറുപ്പ്യ സമ്മാനിച്ച് എനിക്ക് കിട്ടിയ സമ്മാനമാണ്. കണ്ടില്ലേ? എനിക്ക് കണ്ടില്ല പറയട്ടെ. ഞാൻ കോട്ടയത് വെറുതെ. അപ്പോൾ ഇനി കാണാത്തവർക്കൊക്കെ കാണിച്ചു കൊടുക്കാം. ഇത് കണ്ടുക്കണോ? കണ്ടുക്കണോ? കജ്ജ് കിട്ടിക്കണോ? ഓ 2 പൗണ്ട് കണ്ടോ? ഞാൻ താരി കുറച്ച് സാറല്ല. കണ്ടുക്കണോ? കജ്ജ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ കിട്ടിയില്ലേ? ഓക്കെ. കാണിക്കേണ്ട ഒരാളിവിടെ വേറെ. നിങ്ങൾക്ക് ശരിയല്ല, കാണാൻ വേണ്ടി തന്നതാണ്. പൗണ്ട് ഇംഗ്ലണ്ടാണ് സാധനം. ഉണ്ട്. എത്ര ഉണ്ടാവും? ഒരു 1000 ചില്ലർക്ക് ഉണ്ടാവും. എന്താ നമ്മളെ അച്ചായൻ തന്നാ എടുത്തേക്കടോ കേട്ടോ. കണ്ടിടണോ? പൗണ്ട് ഇംഗ്ലണ്ട്. നമ്മളെ പഴയ അച്ചായനല്ല, വേറെ അച്ചായൻ. എന്നിട്ട് എന്താ മൂപ്പര് കാലിന് ചെറിയൊരു വയ്യായിക ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 10 pounds. ഓ മൈ ഗോഡ്. ഇംഗ്ലണ്ടിന്റെ പൈസ ഞാൻ കണ്ടില്ല. അറിയണ്ട. കജിലും കിട്ടിയില്ലേ? അല്ല ഇത് നനയൊന്നുമില്ല. ഇത് അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ആണ് തോന്നുന്നത്. എന്താ പറഞ്ഞേ? വെള്ളത്തിൽ ചാടി അത് ചൂടാൻ പറ്റൂല അല്ലേ? തീയാടാൻ പറ്റൂലല്ലോ. ഞാൻ ഇട്ടൂല. 10 മണി. 1 മണിക്കൂർ നേരമായി എടായിൽ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 1, 2, 3, 4, 5ാമത്തെ വണ്ടിയായിട്ടാണ് ഞാൻ സ്റ്റാൻഡിൽ നിൽക്കുന്നത്.
ഒരു പരിപാടി നടക്കാനുള്ള കളിയില്ലാത്തൊരു ദിവസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളില്ല എന്ന് തന്നെ പറയാം. 10:15 നമുക്ക് ട്രിപ്പ് കിട്ടണം കേട്ടോ. ആര്യമോളുടെ സ്കൂളിലേക്ക് 30 രൂപ. 10:15 എന്ന് പറയുമ്പോൾ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓട്ടത്തിൻ്റെ ഒരു താളമേളം നിങ്ങളിപ്പോൾ മനസ്സിലായില്ലേ. നമ്മൾ തൊട്ടപ്പുറത്തുള്ള പള്ളിയാണ്. പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. പള്ളിയിൽ പുതുക്കി പണിയാണ് പരിപാടിയൊക്കെയാണ്. ആരോ വിളിക്കുന്നുണ്ട് ഫോണിൽ. നോക്കാം എവിടെ പോകും. 11 മണിക്ക് 5 മിനിറ്റ് ഞാൻ സ്റ്റാൻഡിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഫോൺ ട്രിപ്പ് വന്നു. ഫോൺ ട്രിപ്പ് ഒരു ഓട്ടോ ഡ്രൈവറുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വന്നത്. എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ വൈഫിനെ എടുത്തിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ അവർക്ക് എന്തോ ഒരു സാധനം ഫാൻസിന് വന്നു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിങ്ങില്ല. നമ്മൾ വണ്ടൂർ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പുതിയ സംരംഭകരാരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടൂരിൽ വന്ന് അന്വേഷിക്കുക. ബിൽഡിങ്ങിൻ്റെ റെൻ്റൊക്കെ എങ്ങനെയാണ്, കൂടുതലാണോ തോന്നുന്നുണ്ട്, ഇതറിയില്ല. നമ്മളതിനെ അത്തരം കച്ചവടമൊന്നും ചെയ്യാത്തതുകൊണ്ട് അതൊന്നും അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ പുതിയ പുതിയ സംരംഭകർ വരട്ടെ, വണ്ടൂരിനെ വികസിപ്പിക്കുക. വലുതാവട്ടെ വലുതാവട്ടെ. ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവില്ല. അത് കൊണ്ടിട്ട് 40 റുപ്യേൻ്റെ ട്രിപ്പായിരുന്നു കേട്ടോ. 11:15. അപ്പോൾ കഴിഞ്ഞ ഞാൻ കോട്ടയത്തേക്ക് പോയിരുന്ന ടൈമിൽ അന്ന് വന്ന വീഡിയോയ്ക്ക് ഞാൻ കമൻറ്റിന് റീപ്ലൈ തന്നിരുന്നില്ല. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പേര് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മെയിൻ യാത്ര പോകുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. ഓരോ യാത്രയായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയാറില്ല. ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് അതിന് പറ്റിയ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ഒരട്ടം കൂടിയും പറഞ്ഞതാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫയാസ് ഇംഗ്ലണ്ടിലത്തെ കളിക്കാരൻ. ഫയാസ് ഇക്കയാണോ എന്താ അറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞോ. ഫയാസ് നല്ലൊരു ഹായ് ഉണ്ട്. ജിത്തു ട്രിവാൻഡ്രം ഞാൻ തുടക്കം തൊട്ടേ വീഡിയോ കാണലുണ്ട് ബ്രോ എന്നൊക്കെ പറഞ്ഞാണ്ടാണ് കമ്പനി. നിങ്ങളെ അങ്ങനെ തുടക്കം തൊട്ടേ വീഡിയോ കാണുന്നുണ്ട് എന്നൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് എന്നോട് അല്ലെങ്കിൽ നിങ്ങളുടെ വയസ്സിന് മൂത്താണ് ഞാനെങ്കിൽ ഏട്ട വിളിച്ചോളൂ. നിങ്ങളുടെ ഒപ്പമുള്ള ആളാണെങ്കിൽ പേര് വിളിച്ചോളൂ. നിങ്ങളെക്കാട്ട് ഇളയതാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നവർ മോനെ എന്ന് വിളിക്കുന്നവർ വിളിച്ചോളൂ. എന്നിട്ട് നിങ്ങളുടെ പേരൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ മതി, ഞാൻ പറയും കേട്ടോ. നിങ്ങൾ എല്ലാവരും നമ്മളെ ആൾക്കാരല്ലേ. പിന്നെ ഷാദില വയനാട് നല്ലൊരു ഹായ് ഉണ്ട്. അശ്വിൻ കൃഷ്ണ നിങ്ങൾക്കും എൻ്റെ നല്ലൊരു ഹായ്. ഓക്കെ, എന്നാൽ പിന്നെ ഇന്ന് അത്രയും പേരുള്ളൂ. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ട്രിപ്പ് കിട്ടണം. അപ്പോൾ സമയം 11:20. ഞാൻ എന്താ അറിയോ, രാവിലെ 9 മണിക്ക് വന്നിട്ടുള്ളൂ. 11:20 ഞാൻ ഒരു 3 6 4 10 100 റുപ്യക്ക് ആകെ ഓടിയത്. കോമഡിയാണ്. സമയം 11:35. നല്ല മഴ എന്ന് പറഞ്ഞാൽ പുള്ളി ആ സൈഡ് കഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ വീഡിയോ ഞാൻ തന്നെ കാണണം. ഞാൻ തന്നെ ഒന്ന് കണ്ടോക്കട്ടെ എന്താ സംഭവം അറിയാലോ. നടക്കില്ലെന്നുള്ളൂ. കുറച്ച് വഴിക്കാണെങ്കിലും ഒരു ലോക്കിൽ കിട്ടിയിട്ടോ. 12:10 സമയം. 12:10 നമ്മൾക്ക് ഒരു ലോക്കിൽ കിട്ടി. 60 രൂപയുടെ ലോക്കലായിരുന്നു. ലോക്കലെന്ന് പരമ ലോക്കലൊന്നല്ല, 60 രൂപയുടെ ട്രിപ്പ് എന്നാ പറയാം. സ്റ്റാൻഡിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഒരു ദിവസം ഓടിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഓടി പിടിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡിൽ നിൽക്കുക എന്നല്ലാതെ മറ്റൊരു നിർവാഹമില്ല. ഓട്ടം മോശമാണെന്ന് പറഞ്ഞാൽ രാവിലെ ഇന്നേക്കാൾ മുന്നേ വന്നത് വരെ 2 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ചെങ്ങന്മാരെ ഒരു ട്രിപ്പിലാണ്, ആളില്ലാത്ത ട്രിപ്പാണ്. ബാക്കിൽ ആളൊന്നുമില്ല കേട്ടോ. പോകുന്നത് വാണിയമ്പലത്തേക്കാണ്. സമയം 12:30 കഴിഞ്ഞിട്ടോ. വാണിയമ്പലത്തേക്കാണ് പോകുന്നത് നമ്മൾ. വാണിയമ്പലത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 80 രൂപയുടെ ഒക്കെ ട്രിപ്പാണ്. പക്ഷേ എങ്കിൽ ഇത് നേരെ ഫ്രണ്ട് അങ്ങനെ ദൂരെ സൗദി അറേബ്യയിൽ നിന്നും വിളിച്ചിട്ട് പറഞ്ഞു എന്തോ ഒരു സാധനം അവിടെ കടയിൽ എത്തിച്ചിരുന്നു. അപ്പോൾ അത് അവൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടു കൊടുക്കാൻ. ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കൊണ്ടു കൊടുക്കാൻ. ഇതിലിപ്പോൾ നമ്മൾക്ക് നൻപനായതുകൊണ്ട് വാടകൻ്റെ കാര്യം ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നൻപൻ മോശക്കാരനല്ല. നൻപൻ എന്തായാലും നമ്മൾക്ക് 100 രൂപയാണ് ഇതിന് വാടകയായിട്ട് അയച്ചിട്ടുള്ളത്. 100 റുപ്യേൻ്റെ ആവശ്യമൊന്നുമില്ലത്, 50 റുപ്യേൻ്റെ കേസുള്ളൂ. അവൻ ചിലപ്പോൾ 20 റുപ്യ കിടക്കട്ടൊരു കുതിരപ്പാവൻ എഴുതി അയച്ചതാവാം. എന്തായാലും ഓക്കെ നൻപ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകട്ടോ. പിന്നെ നമ്മളോട് പേര് പറയാൻ വേണ്ടി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, ജമീൽ CK. അപ്പോൾ ഞാൻ മെസ്സേജ് എന്താ വെച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് മെസ്സേജ് അയക്കാനും പോകും. പിന്നെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴപ്പോഴാണ് ബ്രോ ഒന്നും വിചാരിക്കരുത്. എന്തായാലും ബ്രോക്ക് നല്ല ഹായ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏതാണ്ട് എത്താനായിട്ടോ 1.5 കിലോമീറ്റർ പോകുന്നുണ്ട്. വാണിയമ്പലത്തിൽ നിന്ന് വണ്ടൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്യപ്പോൾ സമയം 1 മണിയായി. ഇത് അജൂക്ക. ഞാൻ അജു സാറേന്ന് വിളിക്കല്. ഇക്കാന്നൊക്കെ വിളിക്കുന്നത് ആൾക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ബഹുമാനത്തോടെ വിളിക്കാം. അതായത്
എന്നേക്കാൾ വയസ്സിന് മൂത്ത ആളുകളൊക്കെ ഞാൻ പരമാവധി ബഹുമാനിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയും ബഹുമാനിക്കാം. അപ്പോൾ പിന്നെ അജു സാറാക്കാം. അജു സാർ എന്നാണ് ഞാൻ വിളിക്കുന്നത് അദ്ദേഹത്തെ. അദ്ദേഹവും തന്നെ നമ്മുടെ പേര് പറയാൻ വേണ്ടി നമ്മളെക്കാട്ടിലും എന്താ പറയുക യൂട്യൂബിൽ ഒരുപാട് മുന്നേ ഉള്ള ആളാണ്. നമ്മളായിട്ട് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം തിന്മകൾക്കെതിരെ നല്ല രീതിയിൽ സംസാരിക്കും. നന്മ കണ്ടാൽ അതിനെ പ്രശംസിക്കാനും മറക്കാത്ത നല്ലൊരു യൂട്യൂബറാണ്. എന്തായാലും അജു സാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമുണ്ട്. എൻ്റെ നല്ലൊരു ഹായ് ഉണ്ട്. ആളിപ്പോൾ വിദേശത്താണ്. എന്തായാലും ഞാനിവിടെ ഇരിക്കുന്നുണ്ട് അജു സാറേ. 1 മണിയായി, ഭക്ഷണം കഴിക്കാൻ പോകണം. ആരൊക്കെ ഏതായാലും തിരക്കടില്ലേ കേമാരെ. ഇത് റഷീദിക്ക, ആ വെള്ള കാറിൽ വന്ന ഒരാൾ. റഷീദിക്ക ചെറുകോടുള്ളതാണ്, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആര്യക്ക് വേണ്ടിയിട്ടൊരു ഇതെന്തോ സംഭവം മിഠായിയാണ്. മിൽക്കി ബാറിൻ്റെ ഫാമിലി പാക്കാ. ഞങ്ങൾക്ക് നല്ല വിലയല്ലേ. ഇതിനെന്താ വില? ഇതിൻ്റെ വില ഒന്നും അതിന്മേൽ കാണാമല്ലോ. എന്തായാലും ഈ ഒരു സാധനമാണ്. മിഠായി കൊണ്ട് വീട്ടിൽ ചെറിയ കളിയായിട്ടുണ്ട് ഇപ്പോൾ. ഏതായാലും അടിപൊളി. അവരൊക്കെ സ്നേഹത്തോടെ തരില്ല. എന്തായാലും 60 രൂപ സ്നേഹത്തോടെ തരില്ലേ, അവർക്ക് കൊണ്ടു കൊടുക്കണം. ഒരു പൊട്ടെങ്കിലും ഒരു പൊട്ട് ഇതുമെന്ന് കഴിക്കുമ്പോൾ അവരുടെ മനസ്സെന്ന് അറിയും. ഞാനിങ്ങനെ മിഠായി കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കൊക്കെ അവരുടെ മക്കൾ, കുട്ടികൾ, അവരിലേക്കൊക്കെയാണ് ഒറ്റയടിക്ക് അവർ ഫീൽ ചെല്ലുന്നത്. അതാണ് അവൾക്ക് എല്ലാവരും ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നത്. ദ ടൈം ഈസ് 1:35. ഞാൻ 1:30 ട്രിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ പാളെന്ന് പറഞ്ഞാലേ ഓർക്ക് അവിടെ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങിന്നപ്പോൾ തന്നെ വണ്ടി കിട്ടിയാണ്. പോട്ടെ, കുഴപ്പമില്ല. ഞാൻ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോറിനാൻ വേണ്ടി പോകട്ടെ. ഒക്കെ ആണെങ്കിൽ വിശന്നിട്ട് വയ്യ. വിശക്കുണ്ട്, വിശപ്പ്. ഞാൻ ആര്യനെ സ്കൂളിലേക്ക് പറഞ്ഞിട്ടില്ല. ജലദോഷം മാറാതെ ഇന്നലെ പോയിന്, ഇന്നും പോയിട്ടില്ല. ഇന്നലെ റെയിൻ ഡേ, മഴയത്ത് ചാടി കളിച്ചു കൂട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിലുണ്ട്. ചിലപ്പോൾ ആശുപത്രിക്ക് പോയതാണ്. പോകേണ്ട ആവശ്യം ഉണ്ടാകുമെന്ന് കരുതി. കറക്റ്റ് 1.5 കിലോമീറ്റർ തികയുന്ന ട്രിപ്പായിരുന്നു ഇത്. നമ്മൾ 30 തന്നെ വാങ്ങിക്കാണ്ട് പറ്റുള്ളൂ. 1.5 കിലോമീറ്റർ കറക്റ്റ് തികയുന്നുണ്ട്. പോകുന്ന വഴിക്ക് എന്താ പറയുക, ആര്യക്കും ചിന്നോന്ന് പൊറാട്ട തിന്നാൻ താല്പര്യമുണ്ട് പോലെ. അങ്ങനെയെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പൊറാട്ട വാങ്ങണം. പൊറാട്ട കിട്ടണം. പൊറാട്ട ബീഫും 2 പൊറാട്ട. 2 പൊറാട്ടൊക്കെ മതി. ആര് തിന്നൊന്നുമില്ല. ആര് വെറുതെ കുഞ്ഞിത്തിനും കട്ടിയാലൊന്നും കണ്ടിട്ട് അളക്കുന്നല്ലാതെ തിന്നൊന്നുമില്ല. അതിന് 2 പൊറാട്ട ബീഫ് വാങ്ങിയിട്ട് വേണം. എവിടെ വാതിലെ കുറച്ച് കൂട്ടി കുത്തിരിക്കാൻ എന്തൊക്കെ ചായ കറുവത്തണ്ട്. ഇതിൽ അടുക്കളയിൽ കൂടെ ഒരു ബൈപ്പാസ് ഉണ്ടെന്നത്. ഹലോ, ഉറങ്ങട്ടെ രണ്ടും. ഞാൻ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. സമയം 12:30. ആര്യനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോക്ക് നിർബന്ധമാണ്. അപ്പോൾ കുരക്കുണ്ട് അല്ലേ. അപ്പോൾ 3 മണിക്കാണ് ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയിറ്റിംഗ് ആയതുകൊണ്ട് മുട്ടായി ഇങ്ങോട്ട് ശരി, ഒക്കെ ശരി. മുട്ടായികൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അല്ല വിട് കൊണ്ടട്ടെ. മുട്ടമ്മക്കും ചാടിച്ചല്ല. മതി, കഴിഞ്ഞു, പോട്ടെ, മാറിക്ക് കവറും കൊണ്ടൊക്കെ. അപ്പോൾ ഇത്രയും മുട്ടായികളുണ്ട്. ഇതൊക്കെ നമ്മൾ ഒക്കെപ്പാടെ നമ്മക്കൊണ്ട് തിന്നാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമ്മളെ ഏട്ടന്മാർ കുട്ടികളുണ്ട്, അയലോക്കത്തെ കുട്ടികളുണ്ട്. ഇത് പൊട്ടിക്കണം. അപ്പോൾ അവർക്കൊക്കെ ഓരോ വീതം കൊടുക്കാം എന്നാണ് പറയുന്നത്. ചോക്ലേറ്റ് കൊണ്ട് കന്നിമാസം. ഒറ്റക്കൊഴിച്ച തന്നത് ഒറ്റക്കൊഴിച്ച. അതായത് നമുക്ക് 15 കുട്ടികളാണ്. അതായത് നമുക്ക് ഇതെത്ര ഉണ്ട് അവിടെ വെക്ക്. ഞാൻ അങ്ങനെ പറയരുത്. ഞാനിങ്ങനെ പോയിക്കാരം ഇതിങ്ങനെ എടുത്ത് തരേണ്ട ആവശ്യമില്ല. എന്നാലും പെട്ടെന്ന് ആവും കേട്ടോ. അതിനാണ്. അപ്പോൾ എത്ര വരുന്നുണ്ടോ? ഇത് 2, 4, 6, 8 അല്ലേ. അപ്പോൾ ഈ കുറച്ചുള്ളതിനേക്കാൾ മാറ്റിയില്ല. സ്നിക്കേഴ്സും തന്നെ കുറച്ച് ഉണ്ടാവില്ല, അതും അങ്ങോട്ട് മാറ്റിയില്ല. പിന്നെ ഇതും തന്നെ നടക്കട്ടെ. ഇന്ന് 15 കുട്ടികളല്ലായിരുന്നേ. 15. നമുക്കിങ്ങനെ വെക്കണം. അയ്യ ശരിക്കും വെക്കണം. ആ പാക്കറ്റും തന്നെ മാറ്റി വെച്ചു. എന്തോ ഇത് അത് എല്ലാവർക്കും കൂടെ ഉണ്ടാവില്ല. ഇതെല്ലാവർക്കും വേറെ ഉണ്ടാവില്ലല്ലോ. അതന്നെ ഉള്ളൂ, വേറെ വേണ്ട. 1, 2, 3, 4,
5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 വരും അല്ലേ? ഇതൊക്കെ ഇങ്ങനെ എല്ലാം പാടെ എണ്ണി തിട്ടപ്പെടുത്തി വെക്കട്ടെ കേട്ടോ. 1000 അടക്കം 15, അല്ല അത് 16. 1000 അടക്കം 16. ഓക്കെ. അപ്പോൾ ചെങ്ങന്മാർ നമ്മളെ മുട്ടായി പോയി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് 1000 പോയി താഴെ ഇത് 2 പോയി. ഇതും എനിക്ക് കുറേ മുട്ടായി. പിന്നെ ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ നമ്മളുടെ ഏട്ടന്മാരതും അല്ലാതെ അയൽപക്കത്തുള്ള കുട്ടികൾക്കും ഒക്കെ കണക്കാക്കിയിട്ട് വെച്ചതാണ്. ഓരോ കുട്ടികളെ കണക്കാക്കി ഇതൊരു കുട്ടി, ഇതൊരു കുട്ടി, ഇതൊരു കുട്ടി, ഇതൊരു കുട്ടി, ഇതൊരു കുട്ടി, ഇതൊരു കുട്ടി, അങ്ങനെ ഓരോ കുട്ടികളെ കണക്കാക്കിയിട്ട് വെച്ചത്. ഏതാണ്ട് നമ്മൾ 15, 16 അരിനെ കൂട്ടിയിട്ട് 16 കുട്ടികൾ 16 വഴി ആക്കിയിട്ടുണ്ട് അല്ലേ? എന്നാൽ പിന്നെ ഇതൊക്കെ ഒരു ചെറിയൊരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കുന്ന പരിപാടിയാണ്. ഒരു വീട്ടിൽ തന്നെ 3-4 കുട്ടികളുടെ വീടുണ്ട്. അപ്പോൾ അവിടേക്ക് അത്യാവശ്യം കൂടുതൽ മിഠായി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വലിയ പൊതിയുണ്ട്, ചെറിയ പൊതികളുണ്ട്. അങ്ങനെ ഓരോരോ പൊതികൾ ഞങ്ങൾ കലണ്ടറാണത്, പഴയ കലണ്ടർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിലൊക്കെ ഉണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മൊത്തം 10 പൊതി. 10 പൊതി തന്നെ മൊത്തം 17 കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. 1000 അടക്കം 17 വരും. 17 അല്ലെങ്കിൽ 12. എന്തായാലും ഫുള്ള് എല്ലാവരെയും കണക്കാക്കിയിട്ടാണ് ഇത്. നമ്മളിതിന്മേ ഓരോ തിരിച്ചറിയാൻ വേണ്ടി ചെറിയൊരു അടയാളം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം കൂടുതലുള്ള കുട്ടികൾക്ക് ഈ ചെറിയ പൊതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കാരണം 4-5 കുട്ടികളുടെ വീടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വലുത് തന്നെ കൊടുക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ ഇപ്പം എന്താ ഇനിയിപ്പോൾ ഇത് നമ്മൾ കൊടുക്കൂലേ വയനാട്ടിൽ? വയനാട്ടിൽ കൊടുക്കും. ഞാൻ 3 മണിയായി. 1000 കൊണ്ടൊന്ന് പോയോട്ടെ ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ മഴയും പെയ്യുന്നുണ്ട്. മഴയൊന്ന് മാറിയിട്ട് വേണം പോവാം. അങ്ങനെ പറഞ്ഞ പോലെ മിഠായിയൊക്കെ ചിലവായിട്ടുണ്ട്. ഞാൻ ആര്യക്കാകെ ഈ മിഠായി ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ആര്യക്ക് ഇന്ന് വേറെ മിഠായി കിട്ടിയാണ് കൊടുക്കാൻ വേണ്ടി മാത്രമേ അതുണ്ടാവില്ല വണ്ടിയിൽ. ഇവിടെ ഒരു അത് മിഠായിയാണ്. മിഠായി കൊണ്ട് ചെറിയും കളിയാണ്. 4 ഉറം നോക്കിയാലും മിഠായി മിഠായി മിഠായി. അത് ഞാൻ കെട്ടിയച്ചേക്ക കൊണ്ട ഞാൻ പറഞ്ഞുതരാം. ഇതാണ് മുട്ടായി. ഇതൊരു കാക്കുപ്പ തന്നതാട്ടോ. താങ്ക് യു. ഞാൻ പൊട്ടിച്ചപ്പോൾ തന്നെ അടുത്തേക്കണോ? 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ തിന്നാൽ പോരെ? പാവസ്യത്തിൽ തിന്നാളെ മുട്ടായി അവിടെ ഉണ്ട്. ആര്യനെ കൊണ്ട് ഡോക്ടറത്തേക്ക് വന്നാണ്. ഇവിടെ ചെറിയ തിരക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ചന്തയിൽ ഒന്ന് കൊണ്ടുപോകണം. വെറുതെ ചന്തയാണ് വലിയ സംഭവമാണ്. ഇതൊക്കെ രാവിലെ കാണിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കാം. ക്യാമറ സ്റ്റാൻഡിൽ എത്തിയാണ്. സ്റ്റാൻഡിലേക്ക് ഓടാൻ വേണ്ടി വന്നല്ലോ. 4:10 ആയി. ചന്ത ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് ചന്ത ഞങ്ങളുടെ. ആര്യ ഇതാണ് ചന്ത. ഈ ചന്ത അറിയാം. ചന്തേക്ക് പോരണം പോലെ ചന്ത. ഇതോ ഇതിൻ്റെ അടുത്തുണ്ടല്ലോ ഒന്ന് ഉണ്ട്. അതാദ്യ കളറൊന്നുണ്ട്. പിന്നെ ഈ കള്ളിയല്ലല്ലോ കുക്കുണ്ടായോ? അത് കുക്കുണ്ട്. ഇതൊന്നും ഏതായാലും ആക്കാൻ മതി. ഇത് 100 റുപ്യാണ് അല്ലേ? ഇതൊന്നും ഏതാ ഒന്ന് സെലക്ട് ചെയ്താൽ. ചീരുള്ളി 30. കുറച്ച് പച്ചമുളക് വേണ്ടേ? കുറച്ച് പച്ചമുളക് 20 റുപ്യക്കൊക്കെ വേണം. 350. അത് മതിയാവും. കുറച്ച് മതി. സോനുവിനെയും സാനുവിനെയും ചായ കുടിച്ചാൻ വേണ്ടി കൊണ്ടുവന്നതാ. ചായ 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 ചായ. ഇല്ല വെറുതെ പറ്റിച്ച. അമ്മറാക്ക എവിടേക്കാ? ഉട്ടോപ്പിയേക്കോ? ഓട്ടോ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ കുടിച്ചുമലായി. ഉണ്ട് ഹോർലിക്സ് അടിപൊളിയല്ലേ? ചായ നമ്മൾ ചായൻ്റെ സമയമായിട്ടൊന്നുമില്ല. 4:10 പിന്നെ ഞങ്ങളിങ്ങനെ വന്ന് കഴിക്കുമ്പോൾ ചില ആളുകൾ കമൻറ്റ് ചെയ്താറുണ്ട് അമ്മയ്ക്കൊന്നും കൊണ്ടുവരില്ല. അമ്മേൻ്റെ എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുവരിക. അമ്മ തിന്നൂല. അമ്മ എന്തൊക്കെ തിന്നൂല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പലതും കൊണ്ടുപോകാറ്. ചൂടുണ്ടോ? ഒരു ഗ്ലാസ് കൂടി വാങ്ങാം. ഓക്കെ അല്ലേ? കൊണ്ട ഇത് 2 ഇതിൻ്റെ
ചെങ്ങായിമാർ കുട്ടികൾക്കാണ്. ചെങ്ങായിമാർ കുട്ടികൾ പറഞ്ഞാൽ ഇവിടെ കുട്ടികൾ തന്നെയാണ്. പക്ഷേ ഓല കാണണമെങ്കിൽ താഴത്തേക്ക് പോകണം. അപ്പോൾ ഓക്കെ ഒക്കെ എടുത്തില്ലേ? ഒക്കെ എടുത്തു. ഓക്കെ അല്ലേ ചെങ്ങായിമാരെ? നമ്മൾ ക്യാമറ സാധാരണ ഇതുമല്ല വെക്കല്. പക്ഷേ ഇതിന് ഈ ഒരു ഇളക്കം കാരണം ഞാൻ വാങ്ങിയൊരു സംഭവമാണ് ഈ ഒരു ക്ലിപ്പ്. ഒരു ക്ലിപ്പ് ഇവിടെ തന്നെ ഇത് വരിയിട്ട് ഇവിടെ തന്നെയാണ് ഇത് വെക്കേണ്ടത്. പക്ഷേ എങ്കിൽ ഈ ക്ലിപ്പ് ഇതിങ്ങനെ നിൽക്കില്ല. ഒട്ടിച്ച് വെച്ചാലൊന്നും ഇപ്പോൾ പരിപാടി നടക്കില്ല. അപ്പോൾ പിന്നെ ഇതുമ്മലേ നിൽക്കുള്ളത്. ഇതുമ്മ നിൽക്കണമെങ്കിൽ ഇത് ഈ ഒരു സാധനത്തിന് നമ്മളോട് ഫിറ്റ് ചെയ്യണം. ഇവിടെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇതിനുള്ളിൽ കൂടെ പട്ട പോകുന്ന ടൈപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വെൽഡ് ചെയ്ത് അതിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ഈ ഒരു വലുപ്പത്തിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പരിപാടി. ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ വന്നേക്കുവാണ്. അതൊക്കെ ചെയ്ത് തരുമെന്ന് അറിയില്ല. പക്ഷേ എങ്കിൽ ഇത് ചെയ്താലും ഇളക്കത്തിന് കുറവുണ്ടാകും, പൊട്ടുക എന്നുള്ള പേടിയാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് തന്നെ വാങ്ങണം. ഈ സ്റ്റാൻഡ് വാങ്ങാറുന്നതിന് വെറുതെ 1000 ചില്ലറ കൊടുക്കണം. അത് കുറച്ച് കഴിഞ്ഞ് പട്ട ലൂസാവണം. അത് ഭയങ്കര വിഷയമാണ്. അത് ഞാൻ ചോദിച്ചോട്ടെ അവരുടെ പണിയിലാണ്. അതാണ് നമ്മളെ ചന്ദ്രേട്ടൻ. ഞാൻ വണ്ടിൻ്റെ ഒക്കെ ബോഡി പണി കംപ്ലീറ്റ് എടുത്തതൊക്കെ ചന്ദ്രേട്ടൻ്റെ അടുത്താണ്. അപ്പോൾ ഇതൊക്കെ പറ്റിയൊരു പീസ് ഇത് പറ്റും. പീസല്ല, ഇതൊക്കെ ഇതിങ്ങനെ ഉണ്ടോ ഇറങ്ങൂല്ലേ? കറക്റ്റാണ്. രണ്ട് സൈഡും കറക്റ്റ്. നല്ല തിക്നെസ്സൊക്കെ. ഏതോ ഒരു വണ്ടിൻ്റെ ഫ്ലാറ്റ് ചേഞ്ചിങ് ആണ്. എന്തായാലും നമ്മളെ ഈ ഒരു പീസ് മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. മൂപ്പര ആ ഒരു ബിൽഡിംഗ് ആയിട്ട് എന്നിട്ട് വേണം ചെയ്യാം. തേങ്ങമാരെ വണ്ടി കത്താൻ മടങ്ങില്ല. ഗ്യാസ് ബെൽഡിംഗ് ആണ്. ഗ്യാസ് ബെൽറ്റ്. അതെ, അതാണ് ആ സ്പോട്ട്. കറക്റ്റ് സ്പോട്ട്. സാധനം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മളുടെ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിനെ വെച്ച് ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വെക്കാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ ചൂടാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഈ ഒരു ക്ലാമ്പ് വരും. അതൊന്ന് ക്യാമറ വരും. അതാകുമ്പോൾ മറ്റേൻ്റെ മാതിരി ഈ ഐഡിയ നേരത്തെ ഉണ്ടെങ്കിൽ 1000 റുപ്യ മുടക്കി ഇതാക്കണ്ട. ഇതിപ്പോൾ ചന്ദ്രേട്ട പൈസ ഒന്നും വാങ്ങിയില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ ഞാൻ എന്തായാലും 50 റുപ്യ കൊടുക്കണം എഴുതേണ്ട. കാരണം എന്താ പറയുക, ഇതിന് മുമ്പ് ഒരു ചെറിയൊരു പണി എടുത്തിട്ടും അന്നും പൈസ വാങ്ങിയില്ല. ഒരു 50 റുപ്യ എന്തായാലും കൊടുക്കണം. ഇതാദ്യം നമ്മൾക്കൊന്നും അങ്ങനെ പൈസ ഒന്നും വാങ്ങില്ല. അതാണ് പ്രശ്നം. ഫുൾ പണിയൊന്നും ചെറിയ പണികൾ എടുക്കുമ്പോഴേ അത് ചൂടൊക്കെ അറിയും. തണുത്ത് ഇവിടെ ഒന്ന് നമ്മുടെ കറുപ്പ് പെയിൻ്റ് ഉണ്ട്. ഇവിടെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്യാം. സമയം 5:30 ഇവിടെ ഈ സ്റ്റാൻഡ് വെച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ അല്ല, അതൊന്നും ടൈറ്റ് ആക്കാണ്ട് ടൈറ്റായി നിൽക്കുക എന്നുള്ളതാണ് സംശയമായിപ്പോയി. കാരണം ലൂസുള്ള തുളയും എന്തായാലും നോക്കാം. പിന്നെ ഞാൻ ഒന്നേടെ ലോക്കലൊക്കെ എടുത്തിട്ടോ. ലോക്കലൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങാടി ടൈറ്റാടേ ചെങ്ങന്മാരെ സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അറിയുന്ന ടീം വാണിമ്പലത്തേക്കപ്പുറം തളിയൻകുണ്ട് എന്ന് പറയുന്ന സ്ഥലം. തളിയൻകുണ്ട് ഈ റോഡിന് ഇങ്ങനെ ബാക്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ തുമ്പൂർ ആ ഭാഗങ്ങളിലേക്കൊക്കെ പോവാം. അവിടെ നിന്ന് അങ്ങനെ പിന്നെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് പോകാം. അത് വേറെ കേസ്. ഇപ്പോൾ ഞാൻ പോകുന്നത് വാണിമ്പലം സൈഡിലേക്കാണ്. വാണിമ്പലത്തേക്ക് പോയിട്ട് പന്തൂരിക്ക് അങ്ങനെയാണ് പോകുന്നത്. കളിക്കുന്ന ഗ്രൗണ്ടാണ്. ഇവിടെ സ്കൂളുണ്ട്. MLP സ്കൂൾ കൊണ്ട് വരെ ഗ്രൗണ്ടും ഇവിടെ തന്നെയാണ്. വൈകുന്നേരം അല്ലേ, അപ്പോൾ നല്ല കിടക്കണ നേരം. അപ്പോൾ സമയം എന്ന് പറയുന്നത് 7 മണിയാവാനായി. 10 കൂടി കഴിഞ്ഞാൽ 7 മണിയാവും. എങ്കിൽ അങ്ങോട്ട് ഇത് വരുന്നില്ല. നല്ല ലൈറ്റ് ഉണ്ട്. ഇവിടേക്ക് ഏതാണ്ട് 130 രൂപയുടെ ട്രിപ്പാണ് ഞാൻ പോകുന്നത് കേട്ടോ. 130 രൂപയുടെ ട്രിപ്പാണ് പോകുന്നത്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തി തുടങ്ങി. വണ്ടൂരിക്ക് ഒരു 6 കിലോമീറ്റർ പോയാൽ ഇനിയിപ്പോൾ ഒരു 5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വണ്ടൂരിക്ക് എത്തും. നമ്മുടെ സ്റ്റാൻഡ് ഇപ്പോൾ വെറുതെ കുടുങ്ങിയപ്പോഴത്തേന് തന്നെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു. അത് ടൈറ്റായി കിട്ടുമില്ല എനിക്കറിയില്ല. ഒക്കെ വീട്ടിലെത്തിയിട്ട് നോക്കി നടക്കുള്ളൂ. എന്തായാലും ഞാൻ വണ്ടൂർ എത്തട്ടെ. ഈ ഭാഗത്ത് കൂടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, ഇത് വച്ചത് വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ രാത്രി ഇതിൽ പോരുമ്പോൾ വളരെയധികം ലൈറ്റ് കുറവാണ്. നല്ലൊരു കട്ട ഇരുടായിരിക്കും. ഇത് വെച്ചത് വളരെയധികം നന്നായി. ഒരുപാട് അപകടങ്ങൾ കുറയാനൊക്കെ ഉപകാരപ്പെടും. സമയം അങ്ങനെ 7:30 ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരു ലോക്കലും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങാടിയൊക്കെ ലൈറ്റ് ഇട്ടു, വണ്ടികളൊക്കെ ലൈറ്റ് ഇട്ടു, എല്ലാം ലൈറ്റ് ഇട്ട് ഓടുകയാണ്. സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ചെറിയൊരു മാനതുണ്ട്. മറന്നു പോവാണ് ഓരോ ഷോട്ട് എടുക്കാൻ. ഇന്ന് ആ ഒരു 130ൻ്റെ ട്രിപ്പ് മാത്രം നമുക്ക് വലുതൊന്ന് കിട്ടിയത് കേട്ടോ. അല്ലാത്തതൊക്കെ വളരെയധികം ചെറു തന്നെയാണ്. ഒരു 50, 30, 40 ആ റേഞ്ചൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 8:05 ഒരു ട്രിപ്പ് കിട്ടിയതാണ്. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവിട്ട് റിട്ടേൺ സ്റ്റാൻഡിലേക്ക് തന്നെ പോവുകയാണ്. 8:10 സമയം. കുറച്ചേരും കൂടി നിൽക്കാമെന്ന് കരുതുന്നുണ്ട്. ചെങ്ങായിമാരെ സമയം 8:30 നാട്ടിലേക്ക് ട്രിപ്പ് പോകുന്നത്. പക്ഷേ എങ്കിൽ ഡിം ആൻഡ് ബ്രൈറ്റ് ഇടാൻ വേണ്ടി പറ്റൂല. ഇത് ഇപ്പോൾ ഡിമ്മിലാണ് നിൽക്കുന്നത്. ഒരു മിനിറ്റ് ഇപ്പോൾ കാണിച്ചു തരാം.
വണ്ടി നോക്കാം സ്റ്റാൻഡില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഡിമ്മിലാണ്, ബ്രൈറ്റ് ഇട്ടാൽ ലൈറ്റ് പോയി, ഡിമ്മ് ബ്രൈറ്റ് ഇട്ടാൽ ലൈറ്റ് പോയി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോവാണ്, നിർത്തി. ഇന്നത്തെ 8:45 8:40 ഒരു സാധനങ്ങളും വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ കേട്ടോ. വീട്ടിൽ കണ്ടല്ലേ ഇന്ന് ഒച്ചമുള്ളിൽ കേൾക്കണം. ഉറങ്ങിയോ? ഹലോ പഠിക്കല്ലേ? യൂട്യൂബിൽ കണ്ടാണ്ടാണോ പഠിക്കണേ? എങ്ങനെയുണ്ട് ഇപ്പൊ ജലദോഷം കൊര കുറവില്ലേ? നാളെ സ്കൂളിൽ പോകാൻ പറ്റൂലേ? എനിക്ക് കണ്ടിട്ടാ അപ്പൊ അങ്ങനെ തോന്നുന്നൊന്നുമില്ല. ഇപ്പൊ കുറവുണ്ട് വെച്ചിട്ട് ഉണ്ട്. ഞാൻ ഇന്ന് എത്ര റുപ്യക്ക് കൂടി എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും 10-100 റുപ്യക്ക് കൂടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. അതിലൊന്നും തപ്പണ്ട കേട്ടോ. കയ്യ് വാച്ച് വരാൻ. എന്തായാലും വീട്ടിലേക്ക് എത്തിക്കണം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 9 മണി കറക്റ്റ്. വീടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നപ്പോഴേക്ക്. ഇവരോട് എന്താ ചിത്രം വരക്കൽ കാര്യങ്ങളൊക്കെയാണല്ലേ കഴിഞ്ഞോ? അതിന് വേണ്ടിയിട്ട് നോട്ടീസ് ഉണ്ടാക്കി. ജൂലൈ 5 ബഷീർ ദിനം. പച്ചയായ ജീവിതത്തിൽ ഓരോരുത്തരും എന്താണ് അനാഥ ജീവിയാണ് ആണോ? നവീന പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യണം. തലമുട്ട് നാളെ വരാം. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്. ഓക്കെ.